നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പിന് മുന്നോടിയായുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിൽ പോർച്ചുഗലിന് തകർപ്പൻ ജയം. 2-നെതിരെ 4 ഗോളുകൾക്കാണ് അവർ ഫിൻലാൻഡിനെ പരാജയപ്പെടുത്തിയത്. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെ ഇറങ്ങിയ പോർച്ചുഗലിന് വേണ്ടി ബ്രേസുമായിട്ട് മിന്നും പ്രകടനമാണ് ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയത്. അതോടൊപ്പം റൂബൻ ഡയസും ഡിയേഗോ ജോട്ടയും ഓരോ ഗോളുകൾ കണ്ടെത്തുകയുണ്ടായി. ഒപ്പം ഫ്രാൻസിസ്കോ കോൺസിസാവോ യുവതാരം മിന്നുന്ന പ്രകടനം നടത്തിയിട്ടുണ്ട്. അക്കാര്യം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. മറുഭാഗത്ത് ടീമു പുക്കിയുടെ 2 ഗോളുകളാണ് ഫിൻലാൻഡിന് ആശ്വാസമേകിയത്. 2 സ്ലോപ്പി ഗോളുകൾ പോർച്ചുഗൽ വഴങ്ങി എന്നതൊഴിച്ചാൽ ഭൂരിഭാഗം സമയത്തും മത്സരം നിയന്ത്രിച്ചത് പോർച്ചുഗൽ തന്നെയായിരുന്നു. കളിയിൽ പോർച്ചുഗലിന്റെ ആദ്യ 11-ല് ഫ്രാൻസിസ്കോ കോൺസിസാവോ, ഡിയേഗോ ജോട്ട, റാഫേൽ ലിയാവോ, വിറ്റീഞ്ഞ തുടങ്ങിയവരൊക്കെ ആദ്യ 11-ൽ തന്നെ ഇറങ്ങി. കളിയുടെ 17-ാമത്തെ മിനിറ്റിൽ വിറ്റീഞ്ഞയുടെ അസിസ്റ്റിൽ നിന്ന് റൂബൻ ഡയസ് ആണ് പോർച്ചുഗലിനായിട്ട് ആദ്യ ഗോൾ കണ്ടെത്തുന്നത്. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് പെനാൽറ്റിയിലൂടെ ഡിയേഗോ ജോട്ട അവരുടെ ലീഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. രണ്ടാം പകുതിയിൽ 55-ാമത്തെ മിനിറ്റിലാണ് ബ്രൂണോ ഫെർണാണ്ടസിന്റെ ആദ്യ ഗോൾ പിറക്കുന്നത്. അങ്ങനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പോർച്ചുഗൽ മുന്നിലെത്തുകയും മത്സരം അനായാസം വിജയിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് ടീമു പുക്കിയുടെ ഇരട്ട ഗോളുകൾ ഫിൻലാൻഡിനായിട്ട് പിറക്കുന്നത്. 72-77 മിനിറ്റുകളിൽ അദ്ദേഹം ഗോളടിച്ചതോടെ മത്സരം 3-2 എന്ന രൂപത്തിലേക്ക് മാറി. പക്ഷേ 84-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഫ്രാൻസിസ്കോ കോൺസിസാവോയുടെ അസിസ്റ്റിൽ നിന്ന് ബ്രൂണോ ഫെർണാണ്ടസ് ഗോളടിച്ചതോടെ 4-2 തകർപ്പൻ ജയത്തിലേക്ക് തന്നെ പോർച്ചുഗൽ പോവുകയുണ്ടായി. എന്തായാലും പോർച്ചുഗലിന്റെ അടുത്ത മത്സരത്തിനായിട്ട് ആരാധകരെ കാത്തിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ മടങ്ങിയെത്തുമെന്ന പ്രതീക്ഷയോടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് വീണ്ടും എത്താം.